പാലാ മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി ജോസ് കെ മാണിയും മാണി കാപ്പൻ എംഎൽഎയും തമ്മിൽ വാക്പോര്. കെ എം മാണി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പാലായിൽ നടന്നതെന്നും ജില്ലാ വികസന അവലോകന യോഗങ്ങളിൽ കാപ്പൻ പങ്കെടുക്കുന്നില്ലെന്നും ജോസ് കെ മാണി ആരോപിച്ചു. വീണ്ടും മത്സരിച്ചാൽ തോൽക്കുമെന്ന ഭയമാണ് ജോസ് കെ മാണിയുടെ ആരോപണങ്ങൾക്ക് കാരണമെന്ന് കാപ്പൻ തിരിച്ചടിച്ചു. മുന്നണി മാറുന്നതിന് ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും കാപ്പൻ ആരോപിച്ചു. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ പാലയിൽ എത്തിയതിനു പിന്നാലെയാണ് ജോസും മാണി കാപ്പനും തമ്മിലുള്ള വാക്പോര്. പാലാ മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും കളം നിറഞ്ഞു. കെ എം മാണിക്ക് ശേഷം പാലായിൽ വികസനമില്ല, MLA പരാജയമെന്നും ജോസ് കെ മാണിയുടെ വിമർശനം. പാല എന്ന് പറയുന്ന പട്ടണം ലോകത്തുള്ള മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തിച്ചത് കെ എം മാണി സാറാണ്. പക്ഷെ കഴിഞ്ഞൊരു 5 വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതിയെങ്കിലും ജനപ്രതിനിധിക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വികസന സമിതി യോഗം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ? വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ജോസ് കെ മാണി എന്ന് കാപ്പന്റെ മറുപടി. പാലം നിർമ്മാണം, ബൈപ്പാസ്, സ്ഥലമേറ്റെടുക്കൽ എന്നിവയ്ക്കെല്ലാം തുരങ്കം വെച്ചു. മുന്നണി മാറ്റത്തിന് കോൺഗ്രസ് നേതാക്കളെ ജോസ് കെ മാണി കണ്ടെന്നും കാപ്പന്റെ ആരോപണം. ഒരു സ്ഥലത്തെ MLA കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാതിരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം തോൽക്കുമെന്ന് ജോസ് കെ മാണിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഭയത്തിൽ നിന്ന് വന്ന ഉത്തരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞത്. UDFിലേക്കുള്ള എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കുരിശുപള്ളി മാധവന് മുമ്പ് വെച്ച് പറയുന്ന പണിയാൻ ചെയ്യാം. തിരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കൾ കൊണ്ടും കൊടുത്തും കളം നിറയുമ്പോൾ തിരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പായി. മീഡിയ 1 കോട്ടയം.